ഓക്കെ, ശനിയാഴ്ച നടന്ന എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ നമ്മൾ 20 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെല്ലാം എന്നാണ് ലാസ്റ്റ് പറഞ്ഞത്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് ആ വാക്കുകൾ അല്ലെ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ, അതായത് SCRT സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭേദഗതി, ഈ ഒരു അമെന്റ്മെന്റ് നിലവിൽ വന്ന തീയതി അതിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാവോ? അതായത് 1976 42ാമത് ഭേദഗതി നിലവിൽ വന്ന തീയതി ആ സ്കൂൾ ടെക്സ്റ്റിൽ ആമുഖം കൊടുത്തിരിക്കുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് തീയതിയാണത്? ആർക്കെങ്കിലും പറയാവോ? സലികത്തെ 77 കറക്റ്റ് ആണ്, ഡേറ്റ് ഉൾപ്പെടെ. തീയതി എന്ന് പറഞ്ഞാൽ വർഷമല്ല, ഡേറ്റ് ആണ് വേണ്ടത്. 1977 ജനുവരി 3 അല്ലേ? 1977 ജനുവരി 3 ഈ തീയതി നിങ്ങൾ മറക്കരുത്. 1977 ജനുവരി 3 കേട്ടോ. നമ്മൾ 76 42ാം ഭേദഗതി 42ാം ഭേദഗതി നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ തീയതി എന്ന നിലയിൽ വന്നിട്ടാൽ 77 ജനുവരി 3. ഞാൻ ഇത്ര എടുത്ത് പറയാൻ കാരണം സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതില് നീതി എന്നൊരു ആശയം പറയുന്നുണ്ട്. ആ നീതിയിൽ ഏതൊക്കെ തരം നീതികളാണെന്ന് ചോദിക്കും. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ ഒരു പൗരന് നീതി ലഭ്യമാകണം എന്ന ആമുഖത്തിൽ പറയുന്നുണ്ട്. ഏത് നീതിയാണത്? ഏത് നീതിയാണത് ഉദ്ദേശിക്കുന്നത്? ഏത് നീതിയാണ്? 3 തരത്തിലുള്ള നീതികൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കാണും. 3 തരത്തിലുള്ള നീതികള്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി അല്ലെ? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി അല്ലെ? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. 3 തരത്തിലുള്ള നീതികളാണ് ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത് ഈ 3 തരത്തിലുള്ള നീതി ഇങ്ങനെയാണ്: സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. ഇതാണ് 3 തരത്തിലുള്ള നീതികൾ. അവിടെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഹിസ്റ്ററി കയറി ചോദിക്കും, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ലഭ്യമായിരിക്കുന്നത്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം എവിടെ നിന്നാണ് ലഭ്യമായിരിക്കുന്നത്? എവിടെ നിന്നാണ് കുട്ടികളെ? ഫ്രാൻസിൽ നിന്നാണോ? കാർത്തിക, ഫ്രാൻസിൽ നിന്നാണോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞ കാർത്തിക, ഫ്രാൻസിൽ നിന്നാണോ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി? ഫ്രാൻസ് ആണോ? റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം ലോകത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ. ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏതാണ് കുട്ടികളെ? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവമാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏതാണ്? കറക്റ്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ് ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച ആശയം. ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച ആശയം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. എവിടെന്നാ? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ചൈനീസ് വിപ്ലവം അല്ലേ? ചൈനീസ് വിപ്ലവം നമ്മളത് പഠിക്കുന്നുണ്ട്. സന്യാസന്റെ 3 ആശയങ്ങൾ. സന്യാസന്റെ 3 ആശയങ്ങളാണല്ലേ? സന്യാസന്റെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് സന്യാസൻ മുന്നോട്ട് വെച്ച 3 ആശയങ്ങളാണ് ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. നമ്മൾ ജെസോദെ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കണക്ട് വെക്കാറുണ്ട്. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത, ചൈനീസ് വിപ്ലവം, സന്യാസൻ. ഓക്കെ. അതുപോലെ തന്നെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവം.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിക്കുന്നു. ശരി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത് തെറ്റാണ്, തെറ്റായ പ്രസ്താവനയാണ്. 1978 44ാം ഭേദഗതി പ്രകാരം 1978 44ാം ഭേദഗതി പ്രകാരമാണ്. ഇത് സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യമാണ്. LGS മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരെ ചോദിക്കാറുണ്ട്. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 1978 44ാം ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാകുന്നു. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാകുന്നു. വളരെ ശരിയാണ്. സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A അതും നിങ്ങൾക്കറിയാം. ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? പരാമർശിച്ചിട്ടുള്ളത്. സ്വത്തവകാശത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് 300A. ഓക്കെ അല്ലെ? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു നല്ല നിലവാരമുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, നിയമനിർമ്മാണ നടപടിക്രമവും കാര്യനിർവഹണ നടപടിക്രമവും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം, എക്സിക്യൂട്ടീവ് നടപടിക്രമ പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിയമനിർമ്മാണ നടപടിക്രമ പ്രകാരം ഒരാളുടെ സ്വത്തവകാശം ഇല്ലാതാക്കാൻ കഴിയുമോ? നിയമനിർമ്മാണ നടപടിക്രമ പ്രകാരം ഒരാളുടെ സ്വത്തവകാശം ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ കഴിയും. മനസ്സിലായോ? ഇപ്പം ഒരു ഭാവിയിൽ ഇങ്ങനെ ഒരു വിധി, ഒരു നിയമം ഇങ്ങനെ പാസ്സാക്കിയാണ്, ഒരു നിയമം പാസ്സാക്കിയാണ്. അതായത് ഒരു വ്യക്തിക്ക് പരമാവധി സമ്പാദിക്കാൻ കഴിയുന്ന സ്വത്തിന്റെ അളവ് ഇത്രയാണ് എന്നൊരു നിയമം. നമുക്കിപ്പോ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാവിയിൽ ചിലപ്പം ആൾക്കാർക്ക് വസ്തുവും അല്ലെങ്കിൽ ആൾക്കാർക്ക് സ്വത്തും ഒന്നുമില്ലാതാവുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിയമം വരികയാണെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന സ്വത്തിന്റെ അളവ് ഇത്രത്തോളമാണെന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ അതിലധികം സ്വത്തുള്ള ആൾക്കാരുടെ സ്വത്തവകാശം നഷ്ടപ്പെടും. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് PSC ഇട്ടിട്ടുണ്ട്. കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം, അതായത് എക്സിക്യൂട്ടീവ് നടപടി പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നിയമനിർമ്മാണ നടപടിക്രമം പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ അല്ലേ? കാരണം ഇതൊരു മൗലിക അവകാശമല്ലല്ലോ. സ്വത്തെന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമല്ല, അത് നിയമപരമായിട്ടുള്ള അവകാശമാണ്. എന്താ കുട്ടികളെ? സ്വത്തവകാശം എന്നാൽ അതൊരു മൗലിക അവകാശമല്ല, നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. മൗലിക അവകാശമാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർത്തലാക്കാനോ അതിനെ തടയാനോ പറ്റത്തില്ല. ഓക്കെ അല്ലേ? മൗലിക അവകാശമാണെങ്കിൽ. ഓക്കെ, ഇവിടെ അത് നിയമപരമായിട്ടുള്ള അവകാശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഈ പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും നിയമനിർമ്മാണ നടപടിക്രമം പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, വെപ്രാളികൾ ഇല്ലെങ്കിൽ. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിലേക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. കേശവാനന്ദ ഭാരതി കേസിൽ എന്നുള്ള പോയിന്റിൽ താഴോട്ട് ജസ്റ്റ് നോക്കിയാൽ ഉത്തരമായി. പക്ഷെ ആ സമയത്ത് എക്സാം ഹാളിൽ മൈൻഡ് കിട്ടണമെന്നില്ല. 76, 42, 78, 44 ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ത്രിതല സംവിധാനം ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം ശരിയാണ്.
33% വനിതാ സംവരണം ശരിയാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തതാണെന്നും അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വരികയും 1993 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് നിലവിൽ വരികയും പിന്നീട് 2018 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം, ഇമ്പോർട്ടന്റ് ആണ്, 2018 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2018 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് പദവി ലഭിച്ചു കുട്ടികളെ? എന്ത് പദവി ലഭിച്ചു? 2018 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ലഭിച്ചു? ഭരണഘടനാ പദവി ലഭിച്ചു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി മാറി. മനസ്സിലായോ? ഓക്കെ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ 93 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് ഫോം ചെയ്തതാണ്. 2018 പിന്നാക്ക വിഭാഗ കമ്മീഷന് ഈ പറയുന്ന 102 അമെന്റ്മെന്റ് പ്രകാരമാണ് അതിന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 102 അമെന്റ്മെന്റ് പ്രകാരം. അത് ചോദിക്കുന്ന ചോദ്യമാണ്. 102 അമെന്റ്മെന്റ് 2018, 102ാമത്തെ അമെന്റ്മെന്റ് 2018 മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. താഴെ പറയുന്നത് ശരിയായ ജോഡിയെ കണ്ടെത്തുക എന്നാണ്. ശരിയായ ജോഡിയെ കണ്ടെത്തുക. ഒന്ന് കണ്ടെത്തി എല്ലാരും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിയോ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കേന്ദ്ര പട്ടിക, പ്രതിരോധം, പോലീസ്, ജയില്. എന്തുപാടില്ല തെറ്റ്? ആ തെറ്റെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് തെറ്റെന്നൂടെ പറ. എന്താണ്? കേന്ദ്ര പട്ടിക, യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം, പോലീസ്, ജയില്. കൃത്യമായി നിങ്ങൾ ഇതിന്റെ ഉത്തരം പഠിച്ചു തന്നെ പോണം. പ്രതിരോധം, പ്രതിരോധം ഏത് ലിസ്റ്റിലാ? പ്രതിരോധം യൂണിയൻ ലിസ്റ്റ് അല്ലേ? പ്രതിരോധം യൂണിയൻ ലിസ്റ്റ്. പ്രതിരോധം യൂണിയൻ ലിസ്റ്റ് ആണ്. എന്നാൽ പോലീസ് അതുപോലെ ജയില് എന്നിവ ഏതിലാണ് കുട്ടികളെ? പോലീസും ജയിലും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അല്ലെ? പോലീസും ജയിലും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സോ ഇത് തെറ്റാണ്. ഓക്കെ അല്ലേ? പ്രതിരോധം കറക്റ്റ് ആണ്. പ്രതിരോധം യൂണിയൻ ലിസ്റ്റിലാണ്. പ്രതിരോധം എന്ന വിഷയം യൂണിയൻ ലിസ്റ്റിലാണ്. എന്നാൽ പോലീസ്, ജയില് എന്നീ വിഷയങ്ങൾ ഏത് ലിസ്റ്റിലാണ് കുട്ടികളെ? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പോലീസ്, ജയില് എന്നീ വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ. അടുത്ത സംസ്ഥാന പട്ടിക, കൃഷി, ദേശീയപാതകൾ, തുറമുഖങ്ങൾ. അപ്പൊ നിങ്ങൾ പറയുന്നു അതും തെറ്റാണ്, നിങ്ങളുടെ ഉത്തരം സി ആണ്. അതും തെറ്റാണെങ്കിൽ എന്താണ് തെറ്റ്? സംസ്ഥാന പട്ടികയിലല്ലേ കൃഷി വരുന്നത്? സംസ്ഥാന പട്ടികയിലല്ലേ കുട്ടികളെ കൃഷി വരുന്നത്? ആണോ? സംസ്ഥാന പട്ടികയിലാണോ കൃഷി വരുന്നത്? പറഞ്ഞേ. കൃഷി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. കൃഷി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ദേശീയപാതകൾ വരുന്നതോ? ദേശീയപാതകൾ വരുന്നതോ? ദേശീയപാത യൂണിയൻ ലിസ്റ്റിലാണ്. ഓക്കെ. തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാലോ? തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാലോ? മേജർ തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാലോ? തുറമുഖങ്ങളെന്നോ മേജർ തുറമുഖങ്ങളെന്നോ ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റ്. തുറമുഖമെന്നോ മേജർ തുറമുഖമെന്നോ ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റ്. തുറമുഖമെന്നോ മേജർ തുറമുഖമെന്നോ ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റ്. മൈനർ പോർട്ടാണെങ്കിൽ മൈനർ പോർട്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. കൺകറന്റ് ലിസ്റ്റ് രണ്ട് ചോദ്യമാണ്. ഓക്കെ. അതായത് തുറമുഖമെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിലോ മേജർ തുറമുഖങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിലോ അത് യൂണിയൻ ലിസ്റ്റിലും,
മൈനർ പോർട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലുമാണ്. മൈനർ പോർട്ടാണ് ചോദ്യമെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. മൈനർ പോർട്ടാണെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ശരി. അടുത്ത സമവർത്തി പട്ടിക, അതായത് കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ശരിയാണ്, വനം ശരിയാണ്, ട്രേഡ് യൂണിയനുകൾ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ. ഇനി അവശിഷ്ടാധികാരങ്ങൾ, റെസ്യൂഡറി പവേഴ്സ്, വിദേശകാര്യം. വളരെ വിദേശകാര്യം ഏതിലാ വരുന്നത്? വിദേശകാര്യം അതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. വിദേശകാര്യം നമുക്ക് സംസ്ഥാനത്തിന് റോൾ ഇല്ല. വിദേശകാര്യം വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അല്ലെ? വിദേശകാര്യം വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. മൃഗസംരക്ഷണം ഒന്ന് പറഞ്ഞേ. അനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം പറ. മൃഗസംരക്ഷണം, അനിമൽ ഹസ്ബൻഡറി ഏത് ലിസ്റ്റിലാണ് വരുന്നത്? മൃഗസംരക്ഷണം അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കുട്ടികളെ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. മൃഗസംരക്ഷണം അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്നാൽ വനം വന്യജീവി സംരക്ഷണം ഏത് ലിസ്റ്റാ? വനം വന്യജീവി സംരക്ഷണം കൺകറന്റ് ലിസ്റ്റാണ്. രണ്ട് ചോദ്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മൃഗസംരക്ഷണമാണ് ചോദിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ അല്ലേ? മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ അല്ലേ? മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്നാൽ വനം വന്യജീവി സംരക്ഷണമാണ് ചോദിക്കുന്നതെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലാണ്. വനം വന്യജീവി സംരക്ഷണമാണ് ചോദിക്കുന്നതെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ വനവും വന്യജീവി സംരക്ഷണവും ഒക്കെ ആദ്യം ഏത് ലിസ്റ്റിലായിരുന്നു? വനവും വന്യജീവി സംരക്ഷണവും ഒക്കെ ആദ്യം ഏത് ലിസ്റ്റിലായിരുന്നു? വനം വന്യജീവി സംരക്ഷണം ആദ്യം ഏത് ലിസ്റ്റിലായിരുന്നു പിള്ളേരെ? പറഞ്ഞേ. വനവും വന്യജീവി സംരക്ഷണവും എല്ലാം ആദ്യം ഏത് ലിസ്റ്റിലായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. വനവും വന്യജീവി സംരക്ഷണവും എല്ലാം ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. നിങ്ങൾക്കറിയാം. അതായത് 1976 42-ാം അമെൻമെന്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 സബ്ജക്റ്റുകളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. മനസ്സിലായോ? 1976 42-ാം അമെൻമെന്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ. ഇപ്പൊ ഒരെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചു. വനം വന്യജീവി സംരക്ഷണം. ഒരെണ്ണം പറഞ്ഞു, വനം വന്യജീവി സംരക്ഷണം. കറക്റ്റാണ് ശ്രീനി. രണ്ടാമത്തത് അളവ് തൂക്കം. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞില്ല നിങ്ങള്. പറ. ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം. ഏതാ കുട്ടികളെ? വിദ്യാഭ്യാസം. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ വനമായി, വന്യജീവി സംരക്ഷണമായി, അളവ് തൂക്കമായി, വിദ്യാഭ്യാസമായി. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഏതാണ് കുട്ടികളെ? സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റുള്ള കോടതികളിലെ ഭരണ സംവിധാനങ്ങൾ. ഓക്കെ അല്ലേ? സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള. ശ്രദ്ധിച്ചു കേൾക്കുക. ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല് വളരെ വിദ്യാഭ്യാസം. ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം. ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചത് വിദ്യാഭ്യാസമാണ്. 1 വിദ്യാഭ്യാസം, 2 വനം, 3 വന്യജീവി സംരക്ഷണം, 4 അളവ് തൂക്കം, 5 സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണ സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും. ഓക്കെ അല്ലേ? വിദ്യാഭ്യാസം,
വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്കം, സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണ സംവിധാനങ്ങൾ. ഓക്കെ അല്ലേ? ഈ അളവ് തൂക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താ? ആർക്ക് പറയാം? അളവ് തൂക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ? അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ആർക്ക് പറയാം? ലീഗൽ മെട്രോളജി എന്ന് പറയും അല്ലെ? അതിന് ലീഗൽ മെട്രോളജി. ഏതാണ്? ലീഗൽ മെട്രോളജി അല്ലെ? അളവ് തൂക്കം ഏതാണ് കുട്ടികളെ? ലീഗൽ മെട്രോളജി. നിങ്ങൾ ആരെങ്കിലും ലീഗൽ മെട്രോളജി എന്ന ഡിപ്പാർട്ട്മെന്റ് കേൾക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന അളവ് തൂക്കവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, തൂക്കത്തിൽ തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ലീഗൽ മെട്രോളജി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ അല്ലേ? അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ കൺകറന്റ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ കൺകറന്റ് ലിസ്റ്റിലേക്കോ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അനുമതി ആവശ്യമാണ് അല്ലെങ്കിൽ ആരുടെ അംഗീകാരം ആവശ്യമാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ കൺകറന്റ് ലിസ്റ്റിലേക്കോ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? ആ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ വിദേശകാര്യം പറഞ്ഞു. വിദേശകാര്യം യൂണിയൻ ലിസ്റ്റ് ആണ്. മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. മൃഗസംരക്ഷണം. കറൻസി ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? കറൻസിയുമായി ബന്ധപ്പെട്ടത്. കറൻസി ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കറൻസി യൂണിയൻ ലിസ്റ്റ്. കറൻസി ഏത് ലിസ്റ്റ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, യൂണിയൻ ലിസ്റ്റ്. കറൻസി യൂണിയൻ ലിസ്റ്റ് ആണ്. കറൻസി ഏത് ലിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലാണ് കറൻസി വരുന്നത്. യൂണിയൻ ലിസ്റ്റിലാണ് കറൻസി വരുന്നത് കേട്ടോ. യൂണിയൻ ലിസ്റ്റിലാണ് കറൻസി വരുന്നത്. ഓക്കെ, ശരി. എടാ മനസ്സിലായ? എല്ലാ പോയിന്റും മനസ്സിലായി? അപ്പൊ ഇതും തെറ്റാണ്. അവശിഷ്ടാധികാരത്തിൽ പ്രധാനപ്പെട്ടത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ഏതാ കുട്ടികളെ? സൈബർ ലോ ആണ് കേട്ടോ. സൈബർ ലോ. ഓക്കെ, സൈബർ ലോ കേട്ടോ. സൈബർ ലോ ആണ്. സൈബർ ലോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ദിവസം നോക്കിയടാ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ചോദ്യം. ഇതൊന്നങ്ങ് പുറത്തിട്ടിക്കോ. വെള്ളം കൂടെ അങ്ങനെ. ഓക്കെ, അറ്റൻഡ് ചെയ്തോടാ. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചായിരുന്ന ചോദ്യം. ആൻസർ കണ്ടു കാണും. TH മാർഷൽ അല്ലേ? TH മാർഷൽ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം എഴുതിയ ആരാണ്? TH മാർഷൽ. TH മാർഷൽ 1950 എഴുതിയ പുസ്തകമാണ് അല്ലേ? 1950 എഴുതിയ പുസ്തകമാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം. ഓക്കെ, ഇതൊക്കെ എന്ത് പറയാൻ, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതി വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചു പോയപ്പോഴ് ഒന്ന് കണ്ടിട്ടുള്ളതാണെങ്കിൽ എഴുതാൻ പറ്റണമെന്നില്ല.
ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പുസ്തകം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറയും. അതായത് ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെയാണ് കേട്ടോ? ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടേതാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടേതാണ്? അറിഞ്ഞൂടെ? ലോങ് ബാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടേതാണ് അല്ലേ? ലോങ് ബാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടേതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചോദ്യമായിട്ട് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴേ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഈ നിങ്ങളൊരു PSC ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ PSC ഉദ്യോഗത്തിൽ പഠിക്കുന്ന ഒരു രീതിയാണ്. ഒരു PSC ക്വസ്റ്റ്യൻ ആയിട്ട് ആ സാധനം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഒരു അറ്റൻഷൻ അതിന് കൊടുക്കും. മനസ്സിലായ? ഒരു PSC ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ ഇതൊരിക്കൽ ചോദിച്ചതാണ് എന്നൊരു നിങ്ങൾ എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. അതല്ലാതെ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടാണ്, ഇത് ചോദിക്കുമോ ഇല്ലേ, ഇത് പഠിക്കുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടോ എന്നൊരു ഡൗട്ട് വരും. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളൊരു പാതി മനസ്സിലായിരിക്കും അത് വായിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കൽ വായിച്ചെന്ന് പറഞ്ഞ് കിട്ടണമെന്നില്ല. മനസ്സിലായ? ഓക്കെ. പക്ഷെ ഇനി നിങ്ങളുടെ മൈൻഡിലോട്ട് പതിഞ്ഞു. അതായത് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം TH മാർഷലിന്റെ ആണെന്ന് കിട്ടി. ഇനി PSC ഇത് എവിടെയെന്നറിയാമോ? PSC എവിടെയെങ്കിലും ഒരു മറ്റേ ചേരുംപടി ചേർക്കാനായിട്ടുള്ള ക്വസ്റ്റ്യനിലായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. ചേരുംപടി ചേർക്കാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇത് കയറി വരും. മനസ്സിലായ? അതായത് ഈ ഒരു സാധനം ഇനി വീണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ, ഒന്ന് അറ്റൻഡ് ചെയ്തേടാ. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. രാജ്യസഭ സ്ഥിരം സഭയാകുന്നു, രാജ്യസഭ ഉപരിസഭയാകുന്നു, രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 5 വർഷമല്ല 6 വർഷമാണെന്നും ആ 6 വർഷ കാലാവധി അവർ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞേടാ. 6 വർഷ കാലാവധി എങ്ങനെയാണ് പൂർത്തിയാക്കുന്നതെന്ന് ഓർമ്മയുള്ള എല്ലാവരും കമന്റ് ചെയ്യണേ. 6 വർഷ കാലാവധി, രാജ്യസഭ അംഗത്തിന്റെ 6 വർഷ കാലാവധി അവർ എങ്ങനെ പൂർത്തിയാക്കുന്നു? പിള്ളേരെ, ഓരോ 2 വർഷം കൂടുമ്പോഴും എത്ര അംഗങ്ങൾ? ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. മാറിപ്പോകരുത്. 2 വർഷം 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് 30 ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി 20 അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതെല്ലാം ശരിയാണെന്നാണ് ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ആസ്ഥാനം തിരുവനന്തപുരം, 2005 നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ് അല്ലേ? നിങ്ങൾക്ക് ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാം. എപ്പോഴാ നിലയിൽ വന്നേ? ഒന്ന് പറഞ്ഞേ. ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്ത് വിട്ടില്ല. എപ്പോഴാ നിലയിൽ വന്നേ? ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഡേറ്റ് 2007 മെയ് 4. 2007 മെയ് 4 അല്ലേ? 2007 മെയ് 4. 2007 മെയ് 4 നിലയിൽ വന്നത്. 2007 മെയ് 4 കറക്റ്റ് ആണ്. റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ. റവന്യൂ മന്ത്രിയാണോ ചെയർമാൻ? അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന പോയിന്റ് ആണ്. അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. റവന്യൂ മന്ത്രി ചെയർമാൻ അല്ല, വൈസ് ചെയർമാൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. റവന്യൂ മന്ത്രി ചെയർമാൻ അല്ല, വൈസ് ചെയർമാൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. CM ആണ് ചെയർമാൻ. ഓക്കെ, CM ആണ് ചെയർമാൻ, മുഖ്യമന്ത്രി. KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേടാ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? നിയമപ്രകാരമുള്ള സ്ഥാപനം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാൽ നിയമപ്രകാരമുള്ള സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, ഇതെങ്ങനെ, ഏത് നിയമപ്രകാരമുള്ള സ്ഥാപനമാണ് KSDMA? ഏത് നിയമപ്രകാരമുള്ള സ്ഥാപനമാണ് KSDMA? ഒന്ന് പറഞ്ഞേ, ഏത് നിയമപ്രകാരം?
ആ 2005 ഡിസംബർ മാസം 23 പാസ്സായ 2005 ഡിസംബർ മാസം 23 നിലവിൽ വന്ന ദേശീയ ദുരന്ത നിവാരണ നിയമം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് എന്ത് ചെയ്ത കുട്ടികളെ KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലയിൽ വന്നത്. ഓക്കെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫുള്ള് ക്ലാസ് അതിനകത്ത് കിടപ്പുണ്ട്. കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും തണ്ണീർത്തട സംരക്ഷണമൊക്കെ അതിനകത്ത് ക്ലാസ് ഉണ്ട്. അപ്പൊ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, അത് കണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റും ഉണ്ട്, തണ്ണീർത്തട സംരക്ഷണവും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? നിങ്ങൾക്ക് ഷെയ്ൻ ഷാ പഠിപ്പിച്ചതാണ് അല്ലേ കറണ്ട് ബേസിൽ. ഓക്കെ, എത്ര ശതമാനമാണ് കുട്ടികളെ? 40% അല്ലെ? 40%. 40% സംസ്ഥാന വിഹിതം. കേന്ദ്ര വിഹിതം എത്രയാ പിള്ളേരെ? കേന്ദ്ര വിഹിതം എത്ര? ആ 60%. അത് കണ്ടറിഞ്ഞൂടാ. 40% സംസ്ഥാനമാണെങ്കിൽ 60% ആർക്ക്? 60% കേന്ദ്ര വിഹിതം. ഓക്കെ, 60% കേന്ദ്ര വിഹിതം. ക്ലിയർ ആണ്. ആ ബില്ലിന്റെ ഷോർട്ട് ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അതായത് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ഒക്കെ 90% ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. VBG റാംജി ബില്ല്, VBG റാംജി ബില്ല് അല്ലേ? VBG റാംജി ബില്ല്, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ. ഓക്കെ, അജീവിക മിഷൻ മോദിജിയുടെ ഓരോരോ പരിപാടികളാണ്. ഓക്കെ, 2047 വികസിത ഭാരത് ലക്ഷ്യമാക്കിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു തൊഴിലുറപ്പ്, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ഒന്ന് ആധുനികവൽക്കരിച്ചു കൊണ്ടുവന്നുള്ളൊരു പരിപാടിയാണത്. ഓക്കെ അല്ലേ? ശരി, എക്സാമിന് മുമ്പ് കേട്ടോ ഒന്നുകൂടെ ഞാൻ റിവിഷൻ എടുക്കാൻ ഷെയ്ൻ ഷാ എടുത്ത് പറയാം കേട്ടോ. കണ്ട വയസ്സിൽ അയാളൊന്ന് റിവിഷൻ എടുത്തോളാം കേട്ടോ. ശരി, ഓക്കെ. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് കുട്ടികളെ? കിൻഫ്രയാണല്ലേ? കിൻഫ്രയാണ്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ, കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ, കിൻഫ്രയാണ് അത് നടപ്പിലാക്കുന്നത്. എന്താണ് കുട്ടികളെ കിൻഫ്ര എന്ന് വെച്ചാൽ? എന്താണ് കിൻഫ്ര എന്ന് വെച്ചാൽ? എന്താണ് പറ, കിൻഫ്ര എന്ന് വെച്ചാൽ എന്താ? കിൻഫ്ര വാട്ട് ഈസ് കിൻഫ്ര? പറയാനില്ല, ഒറ്റയാണത്തിൽ ആരോടെ കിൻഫ്ര എന്താണെന്ന്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആണ് എടാ, അത് കിഫ്ബി. നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പിടിച്ചോണ്ട് പോണ്ട, ഒറ്റ വാക്കിൽ പോവും. കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് കിഫ്ബി. മനസ്സിലായ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്ന സ്ഥാപനം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്ന കുട്ടികളെ കിഫ്ബി എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത് കിൻഫ്രയെ കുറിച്ചാണ്. വാട്ട് ഈസ് കിൻഫ്ര? എന്താണ് കിൻഫ്ര? കിൻഫ്ര എന്താണ് പിള്ളേരെ? കിൻഫ്ര എന്താണ്? കിൻഫ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റേ ഉള്ളൂ. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. മനസ്സിലായോ കുട്ടികളെ? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര എന്ന് പറയുന്നത്. കിൻഫ്ര ഫോം ചെയ്ത വർഷം അറിയോ? കിൻഫ്ര ഫോം ചെയ്തത് 1993 കിൻഫ്ര ഫോം ചെയ്യുന്നത്. 1993. ഓക്കെ, അതിന്റെ ആസ്ഥാനം എവിടെയെന്നറിയോ? കിൻഫ്രയുടെ ആസ്ഥാനം എവിടെയെന്നറിയോ?
93-ലാണ് കിൻഫ്ര. കിൻഫ്രയുടെ ആസ്ഥാനം എവിടെയെന്നറിയോ? പോയി, എല്ലാം മരിച്ച്. പറ, കിൻഫ്രയുടെ ആസ്ഥാനം എവിടാ? കിൻഫ്രയുടെ ആസ്ഥാനം എവിടെയാ? കിൻഫ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കിൻഫ്ര ആയിക്കോട്ടെ, കിഫ്ബി ആയിക്കോട്ടെ, കൈറ്റ് ആയിക്കോട്ടെ, കിൻഫ്ര ആയിക്കോട്ടെ, കിഫ്ബി ആയിക്കോട്ടെ, കൈറ്റ് ആയിക്കോട്ടെ, കെ-സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? തിരുവനന്തപുരമാണ്. ഓക്കെ, എന്താണ് ഈ കെ-സ്വിഫ്റ്റിന്റെ പൂർണ്ണരൂപം? കെ-സ്വിഫ്റ്റിന്റെ പൂർണ്ണരൂപം എന്താ? കെ-സ്വിഫ്റ്റിന്റെ പൂർണ്ണരൂപം പറ. കെ-സ്വിഫ്റ്റ്, വാട്ട് ഈസ് കെ-സ്വിഫ്റ്റ്? പോരാ. ഇവിടെ കെ-സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. അതാണ് കെ-സ്വിഫ്റ്റ്. കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്, അതാണ് കെ-സ്വിഫ്റ്റ് കേട്ടോ. അത് ആരുടെ കീഴിലാണ്? KSRTCയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനമാണ്. കെ-സ്വിഫ്റ്റ്. കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. ഓക്കെ, എന്താണ് KSIDC? എന്താ KSIDC? എളുപ്പമുള്ളതാണ് KSIDC. പറയാൻ പറ്റില്ലേ? KSIDC ആർക്കും പറയാൻ പറ്റില്ല. പിള്ളേരെ നോക്ക്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSIDC. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1961 മുതൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1961 മുതൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. കിഫ്ബി 1999 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. കിഫ്ബി 1999 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? കെ-സ്വിഫ്റ്റ് 2019 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. 2019-ലാണ് കെ-സ്വിഫ്റ്റ് ലോഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് 1999 തിരുവനന്തപുരം. അവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ കൂടി വരാറുണ്ട്. കിഫ്ബി ചെയർമാൻ ആരാണെന്നും കിഫ്ബി വൈസ് ചെയർമാൻ ആരാണെന്നും കിഫ്ബി ഏത് വകുപ്പിന്റെ കീഴിലാണെന്നും ചോദിക്കാറുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നൽകുന്ന കിഫ്ബിയുടെ ചെയർമാൻ ആരാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ചെയർമാൻ ആര്? കിഫ്ബി ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ല. കിഫ്ബി ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ല. കിഫ്ബി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മോശം. കിഫ്ബി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ആണ് ആര്? കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ആണ് ഫിനാൻസ് മിനിസ്റ്റർ. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ഓക്കെ, കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ. അതായത് ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് കിഫ്ബി വരുന്നത്. പിള്ളേരെ കിഫ്ബി വരുന്നത്. ഓക്കെ, അപ്പം കിൻഫ്ര എന്ന് വെച്ചാൽ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര. 93 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. കെ-സ്വിഫ്റ്റ് കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് 2019 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വർഷം 1961, ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ അല്ലേ? പിള്ളേരെ മനസ്സിലായ? ശരി, അപ്പൊ നമുക്കിനി 20 ചോദ്യങ്ങൾ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. 20 ചോദ്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. 20 ചോദ്യങ്ങൾ കൂടി റിവിഷൻ ചെയ്യാനുണ്ട്. അത് നല്ല ചോദ്യങ്ങളാണ്, നല്ല മികച്ച ചോദ്യങ്ങളുണ്ട് സയൻസിൽ നിന്നൊക്കെ ഉള്ളത്.
സോ നമുക്കത് നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ചെയ്യാം.